നമസ്കാരം. ടാൻഡം ബി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട റിവിഷൻ സീരീസാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഒരുപാട് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിവിഷൻ സീരീസാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ സമയം കളയാതെ നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: Which country has recently approved a bill banning the use of social media by people under the age of 16? അതായത് 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗം നിരോധിച്ചുകൊണ്ടുള്ള ഒരു ബില്ല് ഈ അടുത്തായിട്ട് ഒരു രാജ്യം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഏതാണ് രാജ്യം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ ചൈനയുണ്ട്, ഓപ്ഷൻ ബിയിൽ ജപ്പാനുണ്ട്, ഓപ്ഷൻ സിയിൽ ഓസ്ട്രേലിയ ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ ബ്രിട്ടൻ ഉണ്ട്. ഇതിൽ ഏത് രാജ്യമാണ് 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ നിരോധിച്ചുകൊണ്ടുള്ള ബില്ല് പാസ്സാക്കിയത്? ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വാസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടഡ് പെറ്റ് ടു ബി ഇമ്പോർട്ടഡ് ത്രൂ സിയാൽ? കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലൂടെ, ഈ സിയാൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണ്. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലൂടെ ഇമ്പോർട്ട് ചെയ്ത, എക്സ്പോർട്ട് അല്ല, ശരിക്കും ശ്രദ്ധിക്കണം, ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പെറ്റിൻ്റെ പേരെന്ത് എന്നാണ് ചോദ്യം. ആദ്യത്തെ പെറ്റിൻ്റെ പേര് ഓപ്ഷൻ എയിൽ ലൂക്ക ഉണ്ട്, ഓപ്ഷൻ ബിയിൽ ലെയ്ക്ക ഉണ്ട്, ഓപ്ഷൻ സിയിൽ ഇവ ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ ലാസ ഉണ്ട്. ഇതിലേതാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലൂടെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പെറ്റ്, ആദ്യമായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പെറ്റ് എന്നാണ് ചോദ്യം. നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3: വിച്ച് ഈസ് ദ ലോഞ്ചിങ് വെഹിക്കിൾ ഫോർ ആദിത്യ L1? ആദിത്യ L1ന്റെ ലോഞ്ചിങ് വെഹിക്കിൾ ഏതാണെന്നാണ് ചോദ്യം. PSLV-C 57 ഉണ്ട്, PSLV-C 58 ഉണ്ട്, PSLV-C 50 ഉണ്ട്, GSLV F-15 ഉണ്ട്. ഇതിലേതാണ് ആദിത്യ L1ന്റെ ലോഞ്ച് വെഹിക്കിൾ എന്നാണ് ചോദ്യം. ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ: നെയിം ദ 100th മിഷൻ ഓഫ് ISRO ഫ്രം DSC. അതായത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള ISROയുടെ 100ാമത്തെ ദൗത്യം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ NVS-02 ഉണ്ട്, ഓപ്ഷൻ ബിയിൽ എക്സ്പൊസാറ്റ് ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ സ്പാഡെക്സ് മിഷൻ ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ സ്പോട്ട് 7 ഉണ്ട്. ഇതിലേതാണ് ISRO സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിച്ചിട്ടുള്ള 100ാമത്തെ, അല്ലെങ്കിൽ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള ISROയുടെ 100ാമത്തെ മിഷൻ ഏത് എന്നാണ് ചോദ്യം. ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്റ്റേറ്റ് ഹാസ് റീസെന്റ് ഡിക്ലെയർഡ് മെൻസ്ട്രുവേഷൻ ലീവ് ഫോർ ഗേൾസ് സ്റ്റഡിങ് ഇൻ IITs? അതായത് IIT-കൾ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ആർത്തവാവധി പ്രഖ്യാപിച്ചിട്ടുള്ള, ഈയിടെയായിട്ട് IIT-യിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ആർത്തവാവധി പ്രഖ്യാപിച്ചിട്ടുള്ള സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ മഹാരാഷ്ട്ര ഉണ്ട്, ഓപ്ഷൻ ബിയിൽ കേരളമുണ്ട്, ഓപ്ഷൻ സിയിൽ മധ്യപ്രദേശ് ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ ജാർഖണ്ഡ് ഉണ്ട്. ഇതിലേത് സംസ്ഥാനമാണ് ഈ അടുത്തായിട്ട് IIT-യിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് ആർത്തവാവധി പ്രഖ്യാപിച്ചത് എന്നാണ് ചോദ്യം. ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6: ഫിജീസ് കമ്പാനിയൻ ഓഫ് ദ ഓർഡർ 2024 റെസിപ്പിയന്റ്. ആർക്കാണ് ഈ ഫിജിയുടെ 2024 കമ്പാനിയൻ ഓഫ് ദ ഓർഡർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ നരേന്ദ്രമോദി ഉണ്ട്, ഓപ്ഷൻ ബിയിൽ ദ്രൗപദി മുർമു ഉണ്ട്, ഓപ്ഷൻ സിയിൽ ഡൊണാൾഡ് ട്രംപ് ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ HA ഋതു വില്യം ഉണ്ട്.
ആർക്കാണ് 2024 ഫിജിയുടെ കമ്പാനിയൻ ഓഫ് ദ ഓർഡർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് G20 ഈസ് അറ്റ്? ഓപ്ഷൻ എയിൽ വാഷിംഗ്ടൺ DC ഉണ്ട്, ഓപ്ഷൻ ബിയിൽ ന്യൂഡൽഹി ഉണ്ട്, ഓപ്ഷൻ സിയിൽ റിയോ ഡി ജനീറോ ഉണ്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. അതായത് G20 രാജ്യങ്ങളുടെ അതിൻ്റെ G20 ഉച്ചകോടിയുടെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്നത് എവിടെയെന്നാണ് ചോദ്യം. ഇതെന്താണ് കറണ്ട് അഫയേഴ്സിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഇടയായിട്ട് ഇന്ത്യയിൽ ഒരു G20 നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എവിടെയാണ് ഈ G20യുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നാണ് ചോദ്യം. വാഷിംഗ്ടൺ DC ആണോ, ന്യൂഡൽഹി ആണോ, റിയോ ഡി ജനീറോ ആണോ, അല്ലെങ്കിൽ ഇതൊന്നുമല്ലേ? ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. ഫസ്റ്റ് ഡിജിറ്റൽ കോർട്ട് ഇൻ ഇന്ത്യ ഈസ് സിറ്റുവേറ്റഡ് അറ്റ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോർട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ മുംബൈ ഉണ്ട്, ഓപ്ഷൻ ബിയിൽ ന്യൂഡൽഹി ഉണ്ട്, ഓപ്ഷൻ സിയിൽ കൊല്ലമുണ്ട്, ഓപ്ഷൻ ഡിയിൽ ബാംഗ്ലൂർ ഉണ്ട്. ഇതിലെവിടെയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഡിജിറ്റൽ കോർട്ട് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9. ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ സ്റ്റാർട്ടഡ് യൂണിഫൈഡ് പെൻഷൻ സ്കീം ഫോർ ദ ഗവൺമെന്റ് എംപ്ലോയീസ്. ഗവൺമെന്റ് എംപ്ലോയീസിന് വേണ്ടി യൂണിഫൈഡ് പെൻഷൻ സ്കീം ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ഏത്? അതായത് ഏകീകൃത പെൻഷൻ സമ്പ്രദായം ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ കേരള ഉണ്ട്, ഓപ്ഷൻ ബിയിൽ UP ഉണ്ട്, ഓപ്ഷൻ സിയിൽ ബീഹാർ ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ മഹാരാഷ്ട്ര ഉണ്ട്. ഇതിലേത് സംസ്ഥാനമാണ് സർക്കാർ ജീവനക്കാർക്ക് യൂണിഫൈഡ് പെൻഷൻ സ്കീം ആരംഭിച്ചിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം എന്നാണ് ചോദ്യം. ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. യൂണിയൻ മിനിസ്റ്റർ ജോർജ് കുര്യൻ എലക്റ്റഡ് ടു രാജ്യസഭ ഫ്രം? ജോർജ് കുര്യനെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് എവിടെ നിന്നാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ കേരള എന്ന് പറയുന്നുണ്ട്, ഓപ്ഷൻ ബിയിൽ ഉത്തർപ്രദേശ് എന്ന് പറയുന്നുണ്ട്, ഓപ്ഷൻ സിയിൽ മധ്യപ്രദേശ്, ഓപ്ഷൻ ഡിയിൽ ഗുജറാത്ത്. ഇതിലേത് സംസ്ഥാനത്ത് നിന്നാണ് ജോർജ് കുര്യനെ രാജ്യസഭയിലേക്ക് എലക്ട് ചെയ്തിട്ടുള്ളത്? ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11. ഐഡന്റിഫൈ ISRO's മിഷൻ ടു ടേക്ക് മാൻ ഇൻ ടു സ്പേസ്. മനുഷ്യനെ സ്പേസിൽ എത്തിക്കാനുള്ള ISROയുടെ മിഷൻ ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ മംഗൾയാൻ ഉണ്ട്, ഓപ്ഷൻ ബിയിൽ ഗഗൻയാൻ ഉണ്ട്, ഓപ്ഷൻ സിയിൽ ചാന്ദ്രയാൻ ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ എക്സ്പോസാറ്റ് ഉണ്ട്. ഇതിലേതാണ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ISROയുടെ ദൗത്യം എന്നാണ് ചോദ്യം. ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12. നെയിം ദ ന്യൂ സ്പീഷീസ് ഓഫ് ആൻഡ് റിസർച്ചേഴ്സ് റീസെന്റ് ഡിസ്കവേർഡ് ഇൻ ദ ഈസ്റ്റേൺ ഹിമാലയാസ്. ഈസ്റ്റേൺ ഹിമാലയത്തിൽ റിസർച്ചേഴ്സ് ഈ അടുത്തായിട്ട് കണ്ടെത്തിയിട്ടുള്ള പുതിയ ഉറുമ്പിന്റെ സ്പീഷീസ് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ നാൽവരയൻ നീലയുണ്ട്, ഓപ്ഷൻ ബിയിൽ പാറപ്രച്ചീന നീലയുണ്ട്, ഓപ്ഷൻ സിയിൽ കാൽറ്റോറിസ് ബ്രോമസ് സദാശിവയുണ്ട്, ഓപ്ഷൻ ഡിയിൽ സിഗ്രിറ്റിസ് കൺജങ്ക്റ്റ ഉണ്ട്. ഇതിലേതാണ് ഈ അടുത്തായിട്ട് ഹിമാലയത്തിൽ കണ്ടെത്തിയിട്ടുള്ള പുതിയ ഉറുമ്പിൻ്റെ സ്പീഷീസ് എന്നാണ് ചോദ്യം. നാൽവരയൻ നീലയാണോ, പാരപട്രച്ചീന നീലയാണോ, കാൽറ്റോറിസ് ബ്രോമസ് സദാശിവയാണോ, സിഗറൈറ്റിസ് കൺജങ്ക്റ്റയാണോ? ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13.
ഐഡന്റിഫൈ ദ AI ആങ്കേഴ്സ് ലോഞ്ച്ഡ് ബൈ ദൂരദർശൻ. ദൂരദർശൻ ലോഞ്ച് ചെയ്തിട്ടുള്ള AI ആങ്കേഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ AI ഭൂമി ഉണ്ട്, AI ഗ്രീൻ ഉണ്ട്, AI സീഡ് ഉണ്ട്, AI കൃഷി ഉണ്ട്. ഇതിലേതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ദൂരദർശൻ ലോഞ്ച് ചെയ്തിട്ടുള്ള AI ആങ്കേഴ്സ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ 4 ശരി എന്ന് പറയുന്നുണ്ട്, ഓപ്ഷൻ ഡിയിൽ 1 and 3 പറയുന്നുണ്ട്, ഓപ്ഷൻ സിയിൽ 2 and 3 പറയുന്നുണ്ട്, ഓപ്ഷൻ ഡിയിൽ 1 and 4 പറയുന്നുണ്ട്. ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 14. ഫൈൻഡ് ദ ഫസ്റ്റ് കൺട്രി ഇൻ മോഡേൺ ഹിസ്റ്ററി ടു ലോസ് ആൾ ഇറ്റ്സ് ഗ്ലേഷ്യേഴ്സ്. ആധുനിക ചരിത്രത്തിൽ അതിൻ്റെ മുഴുവൻ ഗ്ലേഷ്യറുകളും നഷ്ടപ്പെടുന്ന രാജ്യം ഏത് എന്നാണ് ചോദ്യം. ആധുനിക ചരിത്രത്തിൽ മുഴുവൻ ഗ്ലേഷ്യേഴ്സും ഹിമാനികളും നഷ്ടപ്പെടുന്ന രാജ്യം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ ഇന്ത്യയുണ്ട്, ഓപ്ഷൻ ബിയിൽ സൗത്ത് ആഫ്രിക്ക ഉണ്ട്, ഓപ്ഷൻ സിയിൽ വെനസ്വേല ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ അബ്സീനിയ ഉണ്ട്. ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 15. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോവൽ റിസീവ്ഡ് ദ JCB അവാർഡ് 2024? താഴെ പറഞ്ഞവയിൽ ഏത് നോവലിലാണ് 2024 JCB പുരസ്കാരം ലഭിച്ചിട്ടുള്ളതെന്നാണ് ചോദ്യം. നോവലിന്റെ പേരാണ് ചോദിച്ചത്. ഓപ്ഷൻ എയിൽ ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് ഉണ്ട്, ഓപ്ഷൻ ബിയിൽ ഗോബ ഉണ്ട്, ഓപ്ഷൻ സിയിൽ കട്ടൂർക്കടവുണ്ട്, ഓപ്ഷൻ ഡിയിൽ ഫയർബേർഡ് ഉണ്ട്. ഈ പറയുന്ന 4 നോവലുകളും ഓരോ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള നോവലുകൾ തന്നെയാണ്. ഇതിൽ JCB പുരസ്കാരം 2024 JCB പുരസ്കാരം ലഭിച്ചിട്ടുള്ള നോവൽ ഏത് എന്നാണ് ചോദ്യം. ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് ആണോ, ഗോബയാണോ, കട്ടൂർക്കടവാണോ, ഫയർബേർഡ് ആണോ? ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ 15 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ 15 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സമയം കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തിട്ട് അതുകൂടി ആൻസർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ബാക്കി പ്ലേ ചെയ്താൽ മതി. നമ്മളിനി ആൻസർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി വെക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കൃത്യമായിട്ട് ടെലിഗ്രാം ചാനലിൽ അറിയിക്കുക. എത്ര എണ്ണം കറക്റ്റായി, എത്ര എണ്ണം പിന്നെ തെറ്റി, എത്ര എണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്യാത്തതുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ സത്യസന്ധമായിട്ട് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെയും ആൻസർ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗം നിരോധിച്ചുകൊണ്ടുള്ള ബില്ല് പാസ്സാക്കിയ രാജ്യം ഏത് എന്നായിരുന്നു ചോദ്യം അല്ലേ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓസ്ട്രേലിയയാണ് ഈ അടുത്തായിട്ട് അങ്ങനെ ഒരു ബില്ല് പാസ്സാക്കിയിട്ടുള്ളത്. 49.5 മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ വരെ അങ്ങനെ ഇത് ലംഘിച്ചു കഴിഞ്ഞാൽ ഫൈന് പറയുന്നുണ്ട്. 1 വർഷം കൊണ്ട് തന്നെ ഇത് പ്രാബല്യത്തിൽ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ബില്ല് പാസ്സാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനസികാരോഗ്യമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ, കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസികാരോഗ്യമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഓസ്ട്രേലിയയിലാണ് 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗം നിരോധിച്ചുകൊണ്ടുള്ള ബില്ല് പാസ്സാക്കിയത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സിയാലിലൂടെ ഇമ്പോർട്ട് ചെയ്ത പെറ്റിന്റെ പേരായിരുന്നു ചോദിച്ചത് അല്ലേ. എക്സ്പോർട്ട് ചെയ്ത പെറ്റുണ്ട്, ഇമ്പോർട്ട് ചെയ്ത പെറ്റുണ്ട്. ഇത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പെറ്റ് ഏതാണ്? ഇവയാണ് അല്ലേ. ഇവ എന്നറിയപ്പെടുന്ന ഒരു പൂച്ചക്കുട്ടിയാണ്. നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പട്ടിക്കുട്ടിയെ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് ഒരു പൂച്ചക്കുട്ടി അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവ എന്നറിയപ്പെടുന്ന ഒരു 1 year old മിക്സ്ഡ് ബ്രീഡ് കാറ്റാണ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തത്. അതിന്റെ ചിത്രമാണ് നിങ്ങൾ സ്ലൈഡിൽ കാണുന്നത്. അത് വരുന്ന ഒരു ഇപ്പോൾ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോയാണുള്ളത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലൂടെയാണ് 2024 നവംബർ 28 ഈ ഒരു പൂച്ചയെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇവ വന്നിട്ടുള്ള ഫ്ലൈറ്റിന്റെ നമ്പറും അവിടെ പറയുന്നുണ്ട്. എയർ ഇന്ത്യയുടെ AI 954 എന്നറിയപ്പെടുന്ന ഖത്തറിൽ നിന്നുള്ള ഖത്തറിൽ നിന്നുള്ള ഫ്ലൈറ്റിലാണ് ഇവ എത്തിയിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ പറഞ്ഞു പിന്നെ ഈ കൊച്ചി സിയാലിലൂടെ എക്സ്പോർട്ടിങ് നടന്നിട്ടുണ്ട് അല്ലേ. എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള പെറ്റിൻ്റെ പേര് കൂടി പഠിച്ചു വെക്കണം. ലൂക്ക എന്നറിയപ്പെടുന്ന ഒരു പട്ടിക്കുട്ടിയെയാണ്, ഒരു പപ്പിയെയാണ് ആദ്യമായിട്ട് സിയാലിലൂടെ എക്സ്പോർട്ട് ചെയ്തത്. ലാസ ആപ്സോ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ലൂക്ക എന്നറിയപ്പെടുന്ന ഒരു പപ്പിയാണ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ, അല്ല എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ പെറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ പപ്പിയെ എക്സ്പോർട്ട് ചെയ്തത് എവിടേക്കാണ്? ദുബായിലേക്കാണ്. ദോഹ വഴി ദുബായിലേക്ക് പോകുന്ന ഒരു വിമാനത്തിലാണ് ഈ പറയുന്ന എന്താ പറയുക ലൂക്ക എന്നറിയപ്പെടുന്ന പപ്പിയെ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലേക്ക് എന്താണ്? നമ്മൾ ഓപ്ഷനിൽ കണ്ട ലേക്ക് എന്താണ്? നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. പിന്നെ സ്പേസിലേക്ക് പോയിട്ടുള്ള ആദ്യത്തെ ജീവനുള്ള വസ്തുവാണ് അല്ലേ ലേക്ക് എന്നറിയപ്പെടുന്ന പട്ടി. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സ്പുട്നിക് 2-ൽ 1957 നവംബർ 3-നാണ് ഈ ലേക്ക് എന്നറിയപ്പെടുന്ന പട്ടി ബഹിരാകാശത്തേക്ക് പോയിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആദിത്യ L1 ലോഞ്ചിങ് വെഹിക്കിൾ ആയിരുന്നു ചോദിച്ചിരുന്നത് അല്ലേ. ഏതാണ് ആദിത്യ L1 ലോഞ്ചിങ് വെഹിക്കിൾ? PSLV-C 57 ആണ് അല്ലേ. PSLV-C 57 അല്ലെങ്കിൽ PSLV-C XL എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. കാരണം ഈ PSLV-C സീരീസിലെ ഒരു പ്രത്യേക ഒരു കാറ്റഗറിയാണ് ഈ XL സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് അതിൻ്റെ ഒരു കോൺഫിഗറേഷൻ ആണ് XL സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ PSLV-C XL കോൺഫിഗറേഷൻ പ്രകാരമാണ് ഈ PSLV-C 57 നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതല്ലെങ്കിൽ PSLV-C XL എന്ന് കാണാൻ രണ്ടും ശരിയായിട്ടുള്ള ആൻസർ ആണ് കേട്ടോ. അപ്പോൾ മാറിപ്പോരുത്. ആദ്യത്തെ L1 ലോഞ്ച് വെഹിക്കിൾ ആണ് PSLV-C 57. PSLV-C 57 എന്നും PSLV-C XL എന്നും ഇതിന് പറയാറുണ്ട്. കാരണം XL കോൺഫിഗറേഷൻ ഉപയോഗിച്ചിട്ടാണ് PSLV XL എന്ന് പറയുന്ന കോൺഫിഗറേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ലോഞ്ചിങ് വെഹിക്കിൾ ആണ് PSLV-C 57 എന്ന് പറയുന്നത്. എന്നാണ് ഈ ആദ്യത്തെ L1 വിക്ഷേപിച്ചത്? സെപ്റ്റംബർ 2-നാണ്. 2023 സെപ്റ്റംബർ 2-നാണ് ഇത് വിക്ഷേപിച്ചിട്ടുള്ളത്. എവിടെ നിന്നാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ISROയുടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാമത്തെ മിഷനാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. NVS-02 ആണ്. NVS-02 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചിട്ടുള്ള ആദ്യത്തെ 100ാമത്തെ മിഷൻ എന്ന് പറയുന്നത് NVS-02 ആണ്. നമ്മൾ ഈ അടുത്താണ് ജനുവരി 29-ാം ഈ വിക്ഷേപണം നടത്തിയിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനുവരി 29-നാണ് NVS-02 എന്ന് പറയുന്ന വിക്ഷേപണം നടന്നിട്ടുള്ളത്. അതിൻ്റെ ലോഞ്ചിങ് വെഹിക്കിൾ ഏതായിരുന്നു? GSLV F-15 ആണ് അതിൻ്റെ ലോഞ്ചിങ് വെഹിക്കിൾ. അപ്പോൾ NVS-02യുടെ ലോഞ്ചിങ് വെഹിക്കിൾ ഏതാണ്? GSLV F-15 ആണ് കേട്ടോ. 2012 സെപ്റ്റംബർ 9-ന് വിക്ഷേപിച്ചിട്ടുള്ള ഒരു വെഹിക്കിളാണ്, ഒരു സാറ്റലൈറ്റ് ആണ് സ്പോട്ട് 6. അതാണ് ഇന്ത്യയുടെ 100ാമത്തെ സ്പേസ് മിഷൻ എന്നറിയപ്പെടുന്നത്. എന്നാൽ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള ISROയുടെ 100ാമത്തെ മിഷൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആൻസർ വരെ NVS-2 ആണ്. മാറിപ്പോയത്. ഇന്ത്യയുടെ 100ാമത്തെ സ്പേസ് മിഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പോട്ട് 6 ആണ്. അത് 2012 സെപ്റ്റംബർ 9-ന് വിക്ഷേപിച്ചിട്ടുള്ളതാണ്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ കൂടി ഇപ്പോൾ ഈ ഒരു 100ാമത്തെ മിഷൻ ISROയിൽ നിന്ന് വിക്ഷേപിച്ചത് കൊണ്ട് തന്നെ കൺഫ്യൂഷൻ ആക്കാനൊക്കെ ചോദിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്നും മനസ്സിലാക്കി വെക്കുക. സ്പോട്ട് 6 ആണ് ഇന്ത്യയുടെ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട 100ാമത്തെ മിഷൻ എന്നറിയപ്പെടുന്നത്. അത് 2012 സെപ്റ്റംബർ 9-നാണ് വിക്ഷേപിച്ചിട്ടുള്ളത്. അതിൻ്റെ വിക്ഷേപണ വാഹനം PSLV-C തന്നെയായിരുന്നു. പിന്നെ എന്താണ് എക്സ്പോസാറ്റ്? എന്താണ് എക്സ്പോസാറ്റ്? 2024 വിക്ഷേപിച്ചിട്ടുള്ള ആദ്യത്തെ മിഷനാണ് അല്ലേ. ജനുവരി 1-ാം തീയതി 2024 ജനുവരി 1-ാം തീയതി വിക്ഷേപിച്ചിട്ടുള്ള ISROയുടെ ഒരു മിഷനാണ് എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നറിയപ്പെടുന്ന എക്സ്പോസാറ്റ്. എക്സ്പോസാറ്റിന്റെ പൂർണ്ണരൂപം എന്താണ്? എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. നമ്മൾ ഈ അടുത്തൊരു പരീക്ഷയ്ക്ക്, മലയാളം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഖഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ ബഹിർഗമനം പഠിക്കുന്നതിന് വേണ്ടി വിക്ഷേപിച്ചിട്ടുള്ള ISROയുടെ മിഷൻ ഏത് എന്നുള്ള രീതിയിൽ ചോദ്യം ഉണ്ടായിരുന്നു. ഈ ഖഗോള സ്രോതസ്സുകളിൽ നിന്നൊക്കെ കണ്ടപ്പോൾ പല ആളുകൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു. ഏതായാലും എക്സ്പോസാറ്റ് ആണ്. PSLV-C 58 ആണ് എക്സ്പോസാറ്റിന്റെ ലോഞ്ചിങ് വെഹിക്കിൾ. PSLV-C 58 ആണ്. 57 നമ്മൾ നേരത്തെ പഠിച്ചിരുന്നല്ലോ. ഏതിൻ്റെ ആയിരുന്നു? ആദിത്യ L1 ആയിരുന്നു അല്ലേ. 58 ആണ് എക്സ്പോസാറ്റിന്റെ ലോഞ്ചിങ് വെഹിക്കിൾ. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു?
IIT പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ആർത്തവാവധി നൽകിയിട്ടുള്ള സംസ്ഥാനം ഏത് എന്നായിരുന്നു ചോദ്യം അല്ലെ. കേരളമാണ് അല്ലെ. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. കേരളമാണ് 2 ദിവസത്തെ ആർത്തവാവധി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് പെൺകുട്ടികൾ ഈ സമയത്ത് അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളെയൊക്കെ ലഘൂകരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു തീരുമാനത്തിന് കേരള ഗവൺമെന്റ് മുന്നോട്ട് വന്നത്. ഇപ്പം നിലവിൽ ബീഹാറും കേരളവും എന്തുണ്ട്, ഈ പറയുന്ന മെൻസ്ട്രുവൽ ലീവുള്ള 2 സംസ്ഥാനങ്ങളാണ്. ബീഹാർ ശമ്പളത്തോട് കൂടിയുള്ള 2 ദിവസത്തെ അവധി ഓരോ മാസവും പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ 1992 തന്നെ. എന്നാൽ IIT പഠിക്കുന്ന കുട്ടികൾക്ക് അവധി പ്രഖ്യാപിച്ചത് ആരെന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് കേരളമാണ്. മാറിപ്പോരുത്. ബീഹാർ നേരത്തെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്, പക്ഷെ അത് IITക്ക് സ്പെഷ്യലായിട്ടല്ല. ഇത് IIT പഠിക്കുന്ന കുട്ടികൾക്ക് കാര്യമാണ് പറഞ്ഞത്. IIT പഠിക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി ഈ അവധി പ്രഖ്യാപിച്ചിട്ടുള്ള സംസ്ഥാനം ഈ അടുത്താണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളമാണ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫിജിയുടെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്ക് എന്നായിരുന്നു ചോദ്യം അല്ലെ. ഫിജീസ് കമ്പാനിയൻ ഓഫ് ദ ഓർഡർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 ദ്രൗപദി മുർമുവിനാണ് അല്ലെ. ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ദ്രൗപദി മുർമുവിനാണ് ഫിജിയുടെ കമ്പാനിയൻ ഓഫ് ദ ഓർഡർ 2024 പുരസ്കാരം നൽകിയിട്ടുള്ളത് അല്ലെ. ഫിജിയുടെ പരമോന്നത പുരസ്കാരമാണ് കമ്പാനിയൻ ഓഫ് ദി ഓർഡർ പുരസ്കാരം. നമുക്കറിയാം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ഫിജി സന്ദർശിക്കുന്നത് അല്ലെ. ഈ ഒരു പുരസ്കാരം സ്വീകരിക്കാൻ വേണ്ടി ഫിജി സന്ദർശിച്ചിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി എവിടെ സന്ദർശിക്കുന്നത്? ഫിജി സന്ദർശിക്കുന്നത്. അപ്പോൾ ഫിജി സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? അത് ദ്രൗപദി മുർമു ആണ്. അങ്ങനെയാണ് ഫിജിയുടെ തലസ്ഥാനം കൂടി നമ്മളൊന്ന് പഠിച്ചു വെക്കണം. സുവയാണ് ഫിജിയുടെ ക്യാപിറ്റൽ. സുവയാണ് ഫിജിയുടെ ക്യാപിറ്റൽ. അത് ഒരു വാർത്താ പ്രാധാന്യമുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ PSC ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫിജിയുടെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് എന്താണ്? സുവയാണ്. ഫിജിയുടെ പ്രസിഡന്റ് ആരാണ്? ഫിജിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് റതു വില്യം മൈവലിലി കത്തോണിവർ ആണ് ഇപ്പോഴത്തെ ഫിജിയുടെ പ്രസിഡന്റ്. റതു വില്യം കത്തോണിവർ ആണ് ഫിജിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. ഈ ഋതു വില്യം കത്തോണിവർ എന്നറിയപ്പെടുന്ന അതിന്റെ പ്രസിഡന്റ്, ഫിജിയുടെ പ്രസിഡന്റ് ആണ് ഈ പുരസ്കാരം ദ്രൗപദി മുർമുവിന് സമ്മാനിച്ചിട്ടുള്ളത്. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ പുരസ്കാരം സമ്മാനിച്ചിട്ടുള്ള ഫിജിയുടെ പ്രസിഡന്റിന്റെ പേരെന്താണ്? ഋതു വില്യം കത്തോണിവർ ആണ്. ഋതു വില്യം കത്തോണിവർ ആണ്. ഫിജി ഒരു പാർലമെന്ററി ഡെമോക്രസി രാജ്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയപ്പെടുന്നത് ഒരു മിക്സ് ഓഫ് ഇൻഡിജിനസ് ഫിജിയൻസ്, ഇന്ത്യൻസ്, യൂറോപ്യൻസ് ആൻഡ് അതർ എത്നിസിറ്റീസ് ഒക്കെ പറയുന്നുണ്ട്. അതായത് ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ഓരോ ഇന്ത്യൻ വംശജരടക്കമുള്ള അതേപോലെ യൂറോപ്യൻസ് അടക്കമുള്ള ഒരുപാട് പേര് ചേർന്നിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ പറയുന്ന ഫിജിയിലുള്ളത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ സദേൺ ഹെമിസ്ഫിയറിൽ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രമുള്ളത് ഫിജിയിലാണ്. ക്ഷേത്രത്തിന്റെ പേരെന്താണ്? ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് ഫിജിയിലുള്ളത്. ഇത് പിന്നെ ദക്ഷിണാർദ്ധഗോളത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. അതുള്ളത് ഫിജിയിലാണ്. അപ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും വലിയ ക്ഷേത്രമുള്ള രാജ്യം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിജിയാണ്. ക്ഷേത്രത്തിന്റെ പേര് ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? G20യുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ചോദിച്ചത് ഇതല്ലേ. ഏതാണ് G20യുടെ ഹെഡ്ക്വാർട്ടേഴ്സ്? ഇത് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. കാരണം എന്തില്ല, G20ക്ക് അങ്ങനെ പ്രത്യേകമായിട്ടൊരു സ്ഥിരം ഹെഡ്ക്വാർട്ടേഴ്സ് ഇല്ല. അത് ഓരോ വർഷവും ഓരോ അംഗരാജ്യങ്ങളിലേക്ക് ഇതിൻ്റെ സമ്മേളനം അല്ലെങ്കിൽ പിന്നെ സമ്മിറ്റ് എന്താ പറയുക ഉച്ചകോടി നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ G20ക്ക് എന്തില്ല, ഒരു സ്ഥിരം ഹെഡ്ക്വാർട്ടേഴ്സ് ഇല്ല. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ഓർത്ത് വെക്കുക. G20 രാജ്യങ്ങൾക്ക് എന്തില്ല, G20 ഗ്രൂപ്പിന് എന്തില്ല, ഒരു സ്ഥിരം ഹെഡ്ക്വാർട്ടേഴ്സ് ഇല്ല. അത് ഓരോ വർഷവും ഓരോ രാജ്യത്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ സമ്മിറ്റ് നടക്കുന്നത്. നമുക്കറിയാം 2023 ഇന്ത്യയിൽ വെച്ചിട്ടാണ് G20 ഉച്ചകോടി നടന്നിട്ടുള്ളത് അല്ലേ. 2023 എത്രാമത്തെ G20 ഉച്ചകോടിയാണ് നടന്നത്? ഇന്ത്യയിൽ വെച്ചിട്ട് 18ാമത്തെ G20 ഉച്ചകോടിയാണ് നടന്നത്. അപ്പോൾ ആ രീതിയിൽ PSC ചോദ്യം ചോദിക്കാം. 19ാമത്തെ G20 ഉച്ചകോടി എവിടെ വെച്ച് നടന്നു, അല്ലെങ്കിൽ 18ാമത് എവിടെ വെച്ച് നടന്നു, 20ാമത് എവിടെ വെച്ച് നടന്നു, ആ രീതിയിലൊക്കെ ചോദ്യം ചോദിക്കാം കേട്ടോ. അപ്പോൾ അതുകൂടി പഠിച്ചു വെക്കണം. 18ാമത്തെ G20 ഉച്ചകോടിയാണ് 2023 സെപ്റ്റംബർ 9-10 ദിവസങ്ങളിലായിട്ട് ഇന്ത്യയിൽ വെച്ച് നടന്നിട്ടുള്ളത്. ന്യൂഡൽഹിയിലായിരുന്നു അതിൻ്റെ മെയിൻ
മെയിൻ സമ്മിറ്റ് നടന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വർക്കിംഗ് ഗ്രൂപ്പുകൾ മറ്റുള്ളതൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട മെയിൻ ഉച്ചകോടി നടന്നിട്ടുള്ളത് സെപ്റ്റംബർ 9-10 ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. എന്തായിരുന്നു ഇന്ത്യയിൽ നടന്നിട്ടുള്ള G20 ഉച്ചകോടിയുടെ തീം എന്നറിയപ്പെടുന്നത്? നമുക്കറിയാം വസുദൈവ കുടുംബകം എന്നാണ്. വസുദൈവ കുടുംബകമാണ് മഹാനുപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വസുദൈവ കുടുംബകം എന്നറിയപ്പെടുന്ന ഒരു തീമായിരുന്നു അതിനുണ്ടായിരുന്നത്. ലോകം മുഴുവൻ ഒരൊറ്റ കുടുംബമാണ് എന്നുള്ളതാണ് ഈ വസുദൈവ കുടുംബകം എന്നതുകൊണ്ട് ഉള്ള അതിൻ്റെ മീനിങ് എന്നറിയപ്പെടുന്നത്. ലോകം മുഴുവൻ ഒരൊറ്റ ഫാമിലിയാണ് എന്നുള്ളതാണ്. അപ്പോൾ 2023 18ാമത് G20 ഉച്ചകോടി നടന്നത് ഇന്ത്യയിലാണ്. 19ാമത് ഉച്ചകോടി ഇപ്പോൾ കഴിഞ്ഞു. 2024 എവിടെയാണ്? ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് അല്ലേ 19ാമത് ഉച്ചകോടി നടന്നത്. എവിടെയാണ്? 2024 19ാമത് ഉച്ചകോടി നടന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് നടന്നത്. നവംബർ 18-19 തീയതികളിലാണ് റിയോ ഡി ജനീറോയിൽ ബ്രസീലിൽ എന്ത് നടന്നത്? 19ാമത് ഉച്ചകോടി നടന്നത്. അപ്പോൾ 18 ഇന്ത്യയിലാണ് നടന്നത്. 19ാമത് ഉച്ചകോടി നടന്നത് എവിടെയാണ്? ബ്രസീലിലാണ്. ഇനി 20ാമത് ഉച്ചകോടി 2025 നടക്കാൻ പോകുന്നത് എവിടെയാണ്? ജോഹന്നാസ്ബർഗിലാണ്. സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ് 20ാമത്തെ ഉച്ചകോടി നടക്കാൻ പോകുന്നത്. അപ്പോൾ G20 എവിടെയാണ്? ജോഹന്നാസ്ബർഗിലാണ്. അപ്പോൾ G20 ആണ് 20ാമത്തതുമാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് തന്നെ പഠിച്ചു വെക്കുക. സൗത്ത് ആഫ്രിക്കയിലാണ് 2025 20-20-25 സൗത്ത് ആഫ്രിക്കയിലാണ് നടക്കുന്നത് അല്ലേ. 20ാമത് G20 ഉച്ചകോടി നടക്കുന്നത് 2025 സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെച്ചിട്ടാണ്. 18ാമത് ഉച്ചകോടി നടന്നിട്ടുള്ളത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. 19ാമത് ഉച്ചകോടി നടക്കുന്നത് ബ്രസീലിൽ വെച്ചിട്ടാണ്. 20ാമത് നടക്കാൻ പോകുന്നത് ജോഹന്നാസ്ബർഗിൽ വെച്ചിട്ടാണ്. അങ്ങനെയാണ് 2022 17ാമത് ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. അതെന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ട്രോയ്ക്ക ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഉച്ചകോടി നടക്കുമ്പം ഇന്ത്യയിൽ അതിൻ്റെ ട്രോയ്ക്ക ഗ്രൂപ്പ് എന്ന് പറയപ്പെടുന്നത് ഒന്ന് ഈ വർഷം നടക്കുന്ന ഇന്ത്യ, മറ്റൊന്ന് കഴിഞ്ഞ വർഷം നടന്ന ഇന്തോനേഷ്യ, പിന്നെ അടുത്ത വർഷം നടക്കുന്ന ബ്രസീൽ. അങ്ങനെയാണ് ഇന്ത്യയിലെ ഉച്ചകോടിയുടെ ട്രോയ്ക്ക ഗ്രൂപ്പ് എന്ന് പറയപ്പെട്ടത്. അപ്പോൾ 2023 ഇന്ത്യയിൽ ഉച്ചകോടി നടക്കുന്നത്. അപ്പോൾ 2023 ഉച്ചകോടിയുടെ ട്രോയ്ക്ക ഗ്രൂപ്പിൽ ഒന്ന് ഇന്തോനേഷ്യ വരും. അതായത് 2022 ഉച്ചകോടി നടന്നിട്ടുള്ള ഇന്തോനേഷ്യ വരും. 2023 നടക്കുന്ന ഇന്ത്യ വരും. 2024 നടക്കുന്ന ബ്രസീൽ വരും. ഇനി 2024 ട്രോയ്ക്ക ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ വരും, ബ്രസീൽ വരും, പിന്നെ സൗത്ത് ആഫ്രിക്ക വരും അല്ലേ. അങ്ങനെയാണ് വരും. ഇനി അടുത്ത വർഷം ട്രോയ്ക്ക ഗ്രൂപ്പിൽ നിന്ന് ഇന്ത്യ ഔട്ടാകും. ഓരോ രാജ്യവും 3 വർഷം ട്രോയ്ക്ക ഗ്രൂപ്പിൽ വരും. 2022 ട്രോയ്ക്ക ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ അവിടെ ഇന്ത്യ ഉണ്ടാവും അല്ലേ. കാരണം നടക്കുന്നത് ഇന്തോനേഷ്യയിലാണ്. പക്ഷെ അടുത്ത വർഷം നടക്കുന്നത് ഇന്ത്യയിൽ എന്നുള്ള നിലക്ക് ആ ട്രോയ്ക്ക ഗ്രൂപ്പിലും ഇന്ത്യ ഉണ്ടാവും. അതായത് ഈ വർഷം നടക്കുന്ന രാജ്യം കഴിഞ്ഞ വർഷം നടന്ന രാജ്യം അടുത്ത വർഷം നടക്കാൻ പോകുന്ന രാജ്യം. അങ്ങനെയാണ് ഈ ട്രോയ്ക്ക ഗ്രൂപ്പ് വരുന്നത്. അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫസ്റ്റ് ഡിജിറ്റൽ കോടതിയിലെ ഇന്ത്യയിലെ ഫസ്റ്റ് ഡിജിറ്റൽ കോടതി ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. കൊല്ലത്താണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി കേരളത്തിലാണ് വരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അത് പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി എവിടെയാണ്? കൊല്ലത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ആരാണത് ഇനാഗുറേറ്റ് ചെയ്തത്? ഭൂഷൺ രാമകൃഷ്ണൻ ഗവായി എന്നറിയപ്പെടുന്ന സുപ്രീം കോടതിയിലെ ജഡ്ജിയാണ് ഈ പറയുന്ന ഈ കോടതി ഇനാഗുറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അതോടുകൂടി ഓർത്ത് വെക്കുക. കൊല്ലം ജില്ലയിലാണ് ഈ പറയുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഈ കോർട്ട് ഉള്ളത്. ഈ കോർട്ട് ഉദ്ഘാടനം ചെയ്തത് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണൻ ഗവായി എന്നറിയപ്പെടുന്ന സുപ്രീം കോടതിയിലെ ജഡ്ജിയാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമാണ് ഈ ഒരു കോടതി വന്നിട്ടുള്ളത് കേട്ടോ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് കേസസ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ കോടതി വന്നിട്ടുള്ളത്. ദ കോർട്ട് വിൽ ഓപ്പറേറ്റ് എൻറ്റയർലി ഓൺലൈൻ ഫ്രം കേസ് ഫയലിംഗ് ടു ഡെലിവറിംഗ് ജഡ്ജ്മെന്റ് ആൻഡ് ഓർഡേഴ്സ്. അതായത് കേസ് ഫയൽ ചെയ്യുന്നത് മുതൽ അതിൻ്റെ ഓർഡർ ഡെലിവറി ചെയ്യുന്നത് വരെയുള്ള എല്ലാ പ്രോസസ്സുകളും ഓൺലൈനായിട്ടാണ് ഈ കോടതിയിൽ നടക്കുക. ഡിജിറ്റൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നത് മുതൽ അതിൻ്റെ ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ട് തന്നെയാണ് നടക്കുന്നത്. The initiative aims to boost efficiency and reduce the backlog of cases. അതായത് ഒരുപാട് കേസുകൾ പെൻഡിങ് വരാതെ നിൽക്കാൻ വേണ്ടിയാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഇഫ് സക്സസ്ഫുൾ സിമിലർ ഡിജിറ്റൽ കോഡ്സ് മേ ബി എസ്റ്റാബ്ലിഷ്ഡ് അക്രോസ് കേരള. അതായത് ഇത് അവസാനിക്കുകയാണെങ്കിൽ, ഇത് വിജയിക്കുകയാണെങ്കിൽ കേരളത്തിൽ മൊത്തമായിട്ട് എന്ത് ചെയ്യും? ഈ കോടതികൾ സ്ഥാപിക്കും. മെയിനായിട്ട് ഈ ചെക്ക് ബൗൺസിങ് കേസുകളൊക്കെയാണ് ഈ കോടതി കൈകാര്യം ചെയ്യുന്നത്. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. ചെക്ക് ബൗൺസിങ് കേസുകളാണ് ഈ കോർട്ടിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇത് വിജയിക്കുകയാണെങ്കിൽ, ഈ ഒരു പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒന്നാകെ എന്ത് വരും? ഈ പറയുന്ന
ഡിജിറ്റൽ കോടതികൾ സ്ഥാപിക്കുമെന്നാണ് പറയുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ സ്റ്റാർട്ടഡ് യൂണിഫൈഡ് പെൻഷൻ സ്കീം അല്ലെ, UPS. നമ്മളറിയാം, നമുക്കൊക്കെ ഇപ്പോൾ കേരളത്തിലൊക്കെ നിലനിൽക്കുന്ന പെൻഷൻ സ്കീം എന്ന് അറിയപ്പെടുന്നത് NPS ആണ്, നാഷണൽ പെൻഷൻ സിസ്റ്റമാണ്. അത് നമ്മുടെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പെൻഷൻ സിസ്റ്റമാണ് NPS എന്നറിയപ്പെടുന്നത്. ഇവിടെ ചോദ്യം UPS ആണ്, യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്നറിയപ്പെടുന്ന പുതിയൊരു സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. മഹാരാഷ്ട്രയാണ് ആൻസർ. മഹാരാഷ്ട്രയിലാണ് യൂണിഫൈഡ് പെൻഷൻ സ്കീം അഥവാ UPS നിലവിൽ വന്നത്. The Maharashtra cabinet decided to implement the UPS scheme for state government employees on 25th August 2024. 2024 ഓഗസ്റ്റ് 25-ാം തീയതിയാണ് ഈ പറയുന്ന UPS അതായത് യൂണിഫൈഡ് പെൻഷൻ സ്കീം ആരംഭിക്കാൻ വേണ്ടി മഹാരാഷ്ട്ര തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും ഈ പറയുന്ന യൂണിഫൈഡ് പെൻഷൻ സ്കീം ഫോളോ ചെയ്യുകയാണെങ്കിൽ 90 ലക്ഷം വരുന്ന ഗവൺമെന്റ് എംപ്ലോയീസിന് അത് പിന്നെ ഉപകാരപ്രദമാകും. ഇപ്പോൾ NPS ആണ്. NPSന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NPS ഈ ഞാൻ പറഞ്ഞ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഉയർച്ച താഴ്ചകൾ പെൻഷനെ ബാധിക്കും. എന്നാൽ UPSന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ UPS എല്ലാവർക്കും ഒരു മിനിമം പെൻഷൻ എൻഷ്യൂർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ NPSും UPS തമ്മിലൊരു മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് UPS എല്ലാവർക്കും ഒരു മിനിമം പെൻഷൻ എൻഷ്യൂർ ചെയ്യുന്നുണ്ട്. എന്നാൽ NPSൽ വരുമ്പോൾ അവിടെ ഷെയർ മാർക്കറ്റിങ്ങിന്റെ ഉയർച്ച താഴ്ചകളെ ബേസ് ചെയ്തിട്ടാണ് പെൻഷനുകൾ ഉണ്ടാവുക എന്നുള്ള ഒരു മാറ്റമുണ്ട്. അതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? യൂണിയൻ മിനിസ്റ്റർ ജോർജ് കുര്യൻ എലക്ടഡ് ടു രാജ്യസഭ ഫ്രം. എവിടെ നിന്നാണ്? ജോർജ് കുര്യൻ നമുക്കറിയാം, അദ്ദേഹം ഒരു മലയാളിയാണ് അല്ലെ. പക്ഷെ അദ്ദേഹത്തെ എലക്ട് ചെയ്തത് കേരളത്തിൽ നിന്നല്ല അല്ലെ. എവിടെ നിന്നാണ്? മധ്യപ്രദേശിൽ നിന്നാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ജോർജ് കുര്യൻ മലയാളിയാണ്, പക്ഷെ അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നമുക്കറിയാം അദ്ദേഹം ഒരു BJPയുടെ പ്രതിനിധിയാണ്. കേരളത്തിൽ BJPക്ക് MLA ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു BJP പ്രതിനിധിയെ കേരളത്തിൽ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ സാധിക്കാത്ത കാര്യമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മധ്യപ്രദേശിൽ നിന്നാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ജോർജ് കുര്യന്റെ വകുപ്പുകൾ കൂടി നമ്മളൊന്ന് പഠിച്ചു വെക്കണം. അദ്ദേഹം ഒരു സഹമന്ത്രിയാണ്. ഏതൊക്കെ വകുപ്പുകളാണുള്ളത്? ഫിഷറീസ് ഉണ്ട്, ആനിമൽ ഹസ്ബൻഡറി ഉണ്ട്, പിന്നെ ഡയറിങ് ഉണ്ട്, പിന്നെ മൈനോറിറ്റി അഫയേഴ്സും ഉണ്ട്. അപ്പോൾ ജോർജ് കുര്യൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഫിഷറീസ് ഉണ്ട്, ആനിമൽ ഹസ്ബൻഡറി ഉണ്ട്, ഡയറിങ് ഉണ്ട്, മൈനോറിറ്റി അഫയേഴ്സ് ഉണ്ട്. നമുക്കറിയാം ഇതിൽ പിന്നെ ഡയറിങ് കണക്ട് ചെയ്ത് വെക്കാനും ഒരു എളുപ്പ വഴിയുണ്ട്. നമുക്കറിയാം നമ്മൾ ധവള വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഒരു പേരാണ് വർഗീസ് കുര്യൻ അല്ലേ. അതായത് പാലുൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത്? ധവള വിപ്ലവം. അപ്പോൾ അത് വർഗീസ് കുര്യനാണ്. ഇവിടെ ജോർജ് കുര്യനാണ് പേര്. അപ്പോൾ കുര്യൻ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനിമൽ ഹസ്ബൻഡറിയും അതോടൊപ്പം ഡയറിങ്ങും രണ്ടും കണക്ട് ചെയ്യാം. ഡയറിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ അല്ലേ, പാലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ് ഡയറിങ്. അപ്പോൾ ഈ ഡയറിങ്ങും ആനിമൽ ഹസ്ബൻഡറിയും അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് വെക്കാം. അതിനോട് കൂടെ തന്നെ ഫിഷറീസും അതോടൊപ്പം മൈനോറിറ്റി അഫയേഴ്സ് കൂടി ഉണ്ട് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ നമുക്കറിയാം കേരളത്തിൽ തന്നെയുള്ള മറ്റൊരു കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി അല്ലെ. സുരേഷ് ഗോപി എലക്ട് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് അല്ലെ. അപ്പോൾ ഒന്ന് രാജ്യസഭ MP ആണ് ആര്? വർഗീസ് കുര്യൻ രാജ്യസഭ MP ആണ്. സുരേഷ് ഗോപി എന്താണ്? ലോക്സഭ MP ആണ് അല്ലെ. സുരേഷ് ഗോപിയെ എലക്ട് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? തൃശ്ശൂർ ലോക്സഭയിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? പെട്രോളിയം ഉണ്ട്, നാച്ചുറൽ ഗ്യാസ് ഉണ്ട്, അതേപോലെ ടൂറിസം ഉണ്ട്. അദ്ദേഹം സഹമന്ത്രി തന്നെയാണ് കേട്ടോ. വർഗീസ് കുര്യനും സുരേഷ് ഗോപിയൊക്കെ സഹമന്ത്രിമാരാണ്. പിന്നെ വർഗീസ് കുര്യന്റെ വകുപ്പുകൾ നമ്മൾ പറഞ്ഞു. ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി, ഡയറിങ്, പിന്നെ മൈനോറിറ്റി അഫയേഴ്സ് ആണ്. സുരേഷ് ഗോപി ആണെങ്കിൽ പെട്രോളിയം ഉണ്ട്, നാച്ചുറൽ ഗ്യാസ് ഉണ്ട്, പിന്നെ ടൂറിസം ഉണ്ട്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 11ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ISROയുടെ ദൗത്യം ഏത് എന്നായിരുന്നു ചോദ്യം അല്ലെ. ഏത് ഓപ്ഷന്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അല്ലെ. ഗഗൻയാൻ ആണ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ISROയുടെ ദൗത്യം എന്നറിയപ്പെടുന്നത്. അതിന്റെ ലോഞ്ചിങ് വെഹിക്കിളോടെ പറയുന്നുണ്ട് GSLV-C Mark 3 ആണ്. LVM 3 എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ലോഞ്ച് വെഹിക്കിൾ Mark 3 എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. അപ്പോൾ ഈ ഗഗൻയാൻ 2026 വിക്ഷേപിക്കാനായിട്ട് ഇപ്പോൾ ഒരു ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. നേരത്തെ 2022-23 വിക്ഷേപിക്കേണ്ടതായിരുന്നു. അതിനിടയ്ക്ക് കൊറോണ വന്നതുകൊണ്ടാണ് ഇത് ഡിലേ ആയത്. അപ്പോൾ കൂടുതൽ സേഫ്റ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇത് വീണ്ടും ഡിലേ ആക്കിയിട്ടുള്ളത്. 2026 ഇപ്പോഴത്തെ ഒരു ഇത് പ്രകാരം പിന്നെ ഇത് വിക്ഷേപിക്കുമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ സ്പേസിലെത്തുന്ന 4ാമത്തെ രാജ്യമായിരിക്കും, സ്പേസിൽ ആളുകൾ എത്തിക്കുന്ന 4ാമത്തെ രാജ്യമായിരിക്കും ഇന്ത്യ അല്ലേ. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അതുകൊണ്ട് ആ ഭാഗം തന്നെ അതിൻ്റെ നോട്ട്സുകളും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നിങ്ങളൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ ന്യൂ സ്പീഷീസ് ഓഫ് ആൻഡ് റിസർച്ചേഴ്സ് റീസെന്റ് ഡിസ്കവേർഡ് ഇൻ ദ ഈസ്റ്റേൺ ഹിമാലയ. ഹിമാലയത്തിൽ കണ്ടെത്തിയിട്ടുള്ള പുതിയ ഇനം ഉറുമ്പ് സ്പീഷീസിനെ ആയിരുന്നു ചോദിച്ചത് അല്ലേ. ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അല്ലേ. പാരപട്രച്ചീന നീല എന്നറിയപ്പെടുന്ന ഒരു ഉറുമ്പ് വർഗത്തെയാണ് ഹിമാലയത്തിൽ റിസർച്ചേഴ്സ് പുതുതായിട്ട് കണ്ടെത്തിയത്. പുതിയൊരു ജനസിൽപ്പെട്ട ഒരു ഉറുമ്പാണ് ഈ പാരപട്രച്ചീന നീല എന്നറിയപ്പെടുന്നത് അല്ലേ. എവിടെയാണ്? സിയാങ് വാലിയിലാണ്, അരുണാചൽ പ്രദേശിലെ സിയാങ് വാലിയിലാണ് ഈ പറയുന്ന ഉറുമ്പ് വംശത്തെ കണ്ടെത്തിയിട്ടുള്ളത്. ഈ പാരപട്രച്ചീന എന്നറിയപ്പെടുന്നത് അതിൻ്റെ ജനുസാണ്. പാരപട്രച്ചീന എന്നറിയപ്പെടുന്ന ഒരു റെയർ സ്പീഷീസ് ആണ്. ഈ റെയർ സ്പീഷീസിലേക്ക് പുതിയ ഒരു വിഭാഗം കൂടി വരികയാണ് അല്ലേ. ഈ നീല എന്നറിയപ്പെടുന്ന, ഈ നീല എന്ന പേര് കൊടുത്തത് ബ്ലൂ എന്ന അർത്ഥം, ഇന്ത്യയിലെ ഒരുപാട് ഭാഷയിൽ ബ്ലൂ എന്ന അർത്ഥം വരുന്ന വാക്കാണ് നീല എന്നറിയപ്പെടുന്നത്. ആ അർത്ഥത്തിലാണ് നീല എന്ന് പറയുന്ന പേര് കൊടുത്തിട്ടുള്ളത് ഇതിന്. പാരപട്രച്ചീന നീല എന്നാണ്. ഈ പാരപട്രച്ചീന എന്ന് പറയുന്നത് അതിൻ്റെ ജനുസാണ്. നീല എന്നാണ് ഉറുമ്പിൻ്റെ പേര്. നീലം ബ്ലൂ എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്ന നീല എന്ന് പറയുന്ന പേര് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കളർ വരുന്നത് മെറ്റാലിക് ബ്ലൂ ആണ്. പാരപട്രച്ചീനയാണ് ജനസ് നമ്മൾ പറഞ്ഞു. അതൊരു റെയർ ജനസാണ് ഈ പാരപട്രച്ചീന എന്നറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ ഓപ്ഷനിൽ കണ്ട രണ്ട് മറ്റു പേരുകളുണ്ട് അല്ലേ. എന്താണ്? കലോട്രിസ് ബ്രോമസ് സദാശിവയും പിന്നെ അതുപോലെ സിഗ്രറ്റിസ് കൺജക്റ്റീവ്. ഇതൊക്കെ ഈ അടുത്തായിട്ട് തന്നെ കണ്ടെത്തിയിട്ടുള്ള ബട്ടർഫ്ലൈ സ്പീഷീസ് ആണ്. വെസ്റ്റേൺ ഘട്ടിൽ കണ്ടെത്തിയിട്ടുള്ള ബട്ടർഫ്ലൈ സ്പീഷീസുകളാണ് ഈ കൽറ്റോറിസ് ബ്രോമസ് സദാശിവ എന്നറിയപ്പെടുന്നതും അതേപോലെ സിഗരറ്റിസ് കൺജങ്ക്റ്റ എന്നൊക്കെ അറിയപ്പെടുന്നത്. അതൊക്കെ ബട്ടർഫ്ലൈയുടെ സ്പീഷീസ് ആണ്. വെസ്റ്റേൺ ഘട്ടിൽ കണ്ടെത്തിയിട്ടുള്ള പുതിയ ബട്ടർഫ്ലൈ സ്പീഷീസുകളാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പിന്നെ ദൂരദർശൻ ലോഞ്ച് ചെയ്തിട്ടുള്ള AI ആങ്കേഴ്സ് ആയിരുന്നു ചോദ്യം അല്ലേ. ഏതൊക്കെയാണ്? AI ഭൂമിയും AI കൃഷിയുമാണ്. അതായത് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 1ഉം 4ഉമാണ് ശരി അല്ലേ. AI ഭൂമിയും ഉണ്ട്, AI കൃഷിയുമുണ്ട്. ഇത് രണ്ടും എന്താണ്? ദൂരദർശൻ ലോഞ്ച് ചെയ്തിട്ടുള്ള AI ആങ്കേഴ്സ് ആണ്. അതായത് വാർത്ത വായിക്കുന്ന AI പിന്നെ ആങ്കേഴ്സ് ആണ് ഏത് ഈ പറയുന്ന AI കൃഷിയും AI ഭൂമിയും. ദൂരദർശന്റെ DD കിസാൻ എന്ന് പറയുന്ന പ്രോഗ്രാമിന് വേണ്ടിയാണ് ഈ ഒരു രണ്ട് ആങ്കർമാരെ നിർമ്മിച്ചിട്ടുള്ളത്. These will act as information hubs for farmers, delivering updates on subjects like cutting edge advancement in agricultural research, price fluctuations and trends in agricultural markets. അപ്പം ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എന്താ പറയുക, അതിൻ്റെ മാർക്കറ്റ്, അതിലുണ്ടാകുന്ന ഉയർച്ച താഴ്ചകൾ, ഇപ്പോഴത്തെ ട്രെൻഡ്, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ കൃഷിക്കാർക്ക് ലഭിക്കുന്ന ഒരു ഇൻഫർമേഷൻ ഹബ്ബായിട്ടാണ് ഈ AI ആങ്കേഴ്സ് പ്രവർത്തിക്കുന്നത്. 50 ഭാഷകൾ സംസാരിക്കാൻ വേണ്ടി കഴിയും ഈ ഒരു AI ആങ്കേഴ്സിന് എന്നാണ് പറയുന്നത്. 50 ഭാഷകളിൽ സംസാരിക്കാൻ കഴിയും. 365 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന AI ആങ്കേഴ്സ് ആണ് AI കൃഷിയും AI ഭൂമിയും. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആധുനിക ചരിത്രത്തിൽ എല്ലാ ഹിമാനികളും നഷ്ടപ്പെട്ട രാജ്യം ഏത് എന്നായിരുന്നു ചോദ്യം അല്ലെ. ഏതാണ് രാജ്യം? വെനസ്വേലയാണ് ഇല്ലേ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. വെനസ്വേലയാണ് ആധുനിക ചരിത്രത്തിൽ എല്ലാ ഹിമാനികളും നഷ്ടപ്പെട്ട ആദ്യ രാജ്യമായി മാറുന്നത് അല്ലെ. അവസാനമായിട്ട് ഉണ്ടായിരുന്ന ഗ്ലേഷ്യർ ആണ് എന്ത്? ഹംബോൾട്ട് ഗ്ലേഷ്യർ അല്ലെ. ഹംബോൾട്ട് ഗ്ലേഷ്യർ കൂടി 2024 എന്ത് ചെയ്തു? ഐസൊക്കെ ഉരുകിയിട്ട് അതിന്റെ ഹിമാനി എന്നുള്ള പദവി നഷ്ടപ്പെടുന്നു. അതോടുകൂടിയാണ് എന്താകുന്നത്? വെനസ്വേല ഹിമാനികളില്ലാത്ത രാജ്യമായിട്ട് മാറുന്നത്. എന്താണ് ഇങ്ങനെ ഹിമാനികൾ ഒക്കെ നഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നുണ്ട്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് റിലീസ്ഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ലൈക്ക് ബേണിംഗ് ഫോസിൽ ഫ്യൂവൽസ് ഹാവ് കോസ്ഡ് ഗ്ലോബൽ ടെമ്പറേച്ചേഴ്സ് ടു റൈസ്. അതായത് നമ്മുടെ ഈ ഫോസിൽ ഇന്ധനങ്ങൾ അടക്കമുള്ള ഈ പറയുന്ന ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ ഉപയോഗം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാണ്? ഗ്ലോബൽ വാർമിംഗ് വരികയും അല്ലെങ്കിൽ ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടുകയും അതുകൊണ്ടാണ് ഈ ഹിമാനികൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് നോവൽ റിസീവ്ഡ് ദ JCB അവാർഡ് 2024 അല്ലെ. ഏത് നോവലിനാണ് 2024 JCB പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്? ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്നറിയപ്പെടുന്ന നോവലിനാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഈ നോവൽ എഴുതിയിട്ടുള്ളത് ആരാണ്?
ഉപമന്യു ചാറ്റർജിയാണ് ഈ നോവൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ 2024 JCB പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? ഉപമന്യു ചാറ്റർജിക്കാണ്. ഉപമന്യു ചാറ്റർജിയുടെ ലൊറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്നറിയപ്പെടുന്ന കൃതിക്കാണ് എന്ത് ലഭിക്കുന്നത്? JCB പുരസ്കാരം 2024 ലഭിച്ചിട്ടുള്ളത്. 2023 ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? പെരുമാൾ മുരുകനാണ്. പെരുമാൾ മുരുകന്റെ ഫയർ ബേർഡ് എന്നറിയപ്പെടുന്ന നമ്മൾ ഓപ്ഷനിൽ കണ്ട മറ്റൊരു നോവലായിരുന്നു അല്ലെ ഫയർ ബേർഡ്. പെരുമാൾ മുരുകന്റെ ഫയർ ബേർഡ് എന്നറിയപ്പെടുന്ന നോവലിലാണ് 2023 JCB പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2024 ലഭിച്ചിരിക്കുന്നത് ഉപമന്യു ചാറ്റർജിക്ക് പുസ്തകം ഏതാണ്? ലൊറൻസ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്നറിയപ്പെടുന്ന പുസ്തകത്തിനാണ്. നമ്മൾ ഓപ്ഷനിൽ കണ്ട മറ്റൊന്നാണ് ഏത്? ഗോപ എന്നറിയപ്പെടുന്ന നോവൽ അല്ലെ. ഈ ഗോപ എന്ന നോവൽ എന്താണ്? 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ള കെ അരവിന്ദാക്ഷന്റെ നോവലാണ്. കെ അരവിന്ദാക്ഷന്റെ നോവലാണ് ഗോപ. ഈ ഗോപ എന്നറിയപ്പെടുന്ന നോവലിനാണ് 2024 എന്ത് ലഭിച്ചത്? ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ മറ്റൊരു നോവൽ കൂടി കണ്ടുവല്ലോ ഓപ്ഷനിൽ, കറ്റൂർക്കടവ് അല്ലെ. ഈ കറ്റൂർക്കടവ് ആരുടെ നോവലാണ്? കറ്റൂർക്കടവ് അശോകൻ ചെരുവിലിന്റെ നോവലാണ്. കറ്റൂർക്കടവ് എന്താണ് പ്രത്യേകത? 2024 48ാമത് വയലാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ള നോവലാണ് കറ്റൂർക്കടവ്. അപ്പോൾ അശോകൻ ചെരുവിലിന്റെ കറ്റൂർക്കടവ് എന്നറിയപ്പെടുന്ന നോവലിനാണ് 2024 എന്ത് ലഭിച്ചത്? 48ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത്. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത് കെ അരവിന്ദാക്ഷന്റെ ഗോപ എന്നറിയപ്പെടുന്ന നോവലിനാണ്. അപ്പോൾ 4 നോവലുകളുടെ പുരസ്കാരങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. 4 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മാത്രമല്ല നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഏത് നോബൽ പുരസ്കാരം അതേപോലെ ബുക്കർ പുരസ്കാരം ഒക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 പുരസ്കാരങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് ഇത് പുരസ്കാരങ്ങൾ തീരുന്നില്ല. ഇനി എന്തൊക്കെയുണ്ട്? നോബൽ പുരസ്കാരമുണ്ട്, ഓസ്കാർ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതെല്ലാം കൂടി ഞാൻ റിവിഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് റിവിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 15 ചോദ്യങ്ങളാണ്. 15 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 15 ടോപ്പിക്കാണ്. ഈ 15 ടോപ്പിക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഏത് വന്നാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് പഠിക്കുക. അതോടൊപ്പം ഈ പറയുന്ന ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഗഗനയാനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ റിവിഷൻ സീരീസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ക്ലാസ്സിൽ അതിൽ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.